ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ കുളിക്കാനുള്ള പുറപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇന്ന് 1-ാം തീയതിയാണ്. ഇത് ഏത് മാസമാണ്? മീനമാസം 1-ാം തീയതിയായി. മീനം 1-ാം തീയതിയായി. ഇന്ന് അതാണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ പറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാൻ നിൽക്കുകയാണ്. എനിക്കിപ്പം 7 മാസം കഴിഞ്ഞുകൊണ്ടിട്ട് എനിക്ക് പറയിടാൻ പറ്റത്തില്ല. ഒരു 2020 തൊട്ടിട്ട് ഞാൻ പറയിടാറുണ്ടായിരുന്നു അമ്പലത്തിൽ. ഒരു വട്ടം കല്യാണം കഴിഞ്ഞിട്ട് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2021 എനിക്ക് പറയിടാൻ പറ്റിയില്ല. അല്ല, 2021 ഞാൻ പറയിട്ടു. 2022 പറയിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 23 പറയിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കാശിനെ ക്യാരിങ്ങായിട്ടിരിക്കുകയായിരുന്നു. പറയിട്ടു. അന്ന് എനിക്ക് 5-ാം മാസമായിരുന്നു. സോ അന്നേരം പറയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം കാശി ജനിച്ചതിന് ശേഷം ഞാനും ഗോകുവും കാശിയും കൂടെ പറയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇടാൻ പറ്റത്തില്ല. അതുപോലെ അമ്പലത്തിൽ ഞങ്ങളുടെ തൃപ്പനയും ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ ഉത്സവം. അത് പറഞ്ഞില്ലല്ലോ. അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലെല്ലാം ഒരുവിധം എല്ലാ വീട് ചാണകം എടുക്കാൻ പോണോ മാമേ? മാമേ ചാണകം എടുക്കാൻ പോന്നോ? ചാണകം പോയോ? ചാണകം മെഴുകിയിട്ടാണ് മറ്റേ ഗണപതിക്കൊരുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചാണകം എടുക്കാൻ പോകണമെന്ന് രാവിലെ പറയുന്നത് കേട്ടായിരുന്നു. എനിക്കില്ല. ഇപ്രാവശ്യം വല്യമ്മച്ചി ഇടുന്നത്. വല്യമ്മച്ചി ചേട്ടന് വേണ്ടിയിട്ടിടുന്നു. ഞാൻ കാശെ കൊണ്ടിട്ട് ഇടിയിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. എനിക്ക് 7 കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞെല്ലാവരും. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കാശിനെ കുളിക്കാൻ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ വന്നത് വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കത്തില്ല. ഞാൻ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ഫുഡൊക്കെ കഴിച്ചിട്ട് കാശിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്കിന്നിൽ നാൽപ്പാമരാതി, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നാൽപ്പാമരാതി അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ തല കുളിക്കുന്ന ദിവസങ്ങളിൽ എണ്ണ തേച്ച് കൊടുക്കും. എണ്ണ തേച്ച് ആരോ ചോദിച്ചു, ചേച്ചി ഡെയിലി കുളിക്കാറുണ്ടോ, തല നനയ്ക്കാറുണ്ടോ? ഞാൻ മിക്ക വീട്ടിലും പറയാറുണ്ട് ഞാൻ ഡെയിലി തല നനയ്ക്കാറില്ല. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ, ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ തല നനയ്ക്കാറുള്ളത്. മുടി കൊഴിച്ചിൽ കൂടുതലല്ല, അതുകൊണ്ടിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു തല നനയ്ക്കാണ്ടിരിക്കുമ്പോൾ തരം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ വേറെ എന്തുട്ടാ? അപ്പം എണ്ണ വെച്ച് കുളിക്കണം. ഇനി ഒരു ഇപ്പോഴൊന്നും ഞാൻ കുളിക്കില്ല. ഒരു അരമണിക്കൂറോളം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. തലയ്ക്കകത്തും ഫേസിലും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം, കുളിക്കണം. ഇപ്പം എനിക്കൊരു ഗ്ലോ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി ഗ്ലോ അല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഗ്ലോ ആണ്. കാര്യം ഞാൻ ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ പരീക്ഷണങ്ങളാണ്. എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ. അത് മോയ്സ്ചറൈസറോ കൊറിയൻ സ്കിൻ കെയറോ എല്ലാം വിട്ടിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ സ്കിന്നിന് ഗ്ലോ കൊടുക്കാമെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലത്യാവശ്യം പ്രാക്ടീസ് ആദ്യം ചെയ്തു കേട്ടോ, നല്ല മാറ്റമുണ്ട്. അപ്പം എന്തായാലും ഞാൻ പോയി കുളിച്ച്. ചേച്ചി പോന്നെ വന്നോ? കുളിച്ച് കഴിഞ്ഞോ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നോ? കോപ്പി റൈറ്റ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതാ, ഞാൻ കുളിക്കാൻ എത്തിയതാ. അപ്പം എന്താ പറയുക, ചെന്ന് കുളിപ്പിച്ചിട്ട് വരാം. കുളിപ്പിച്ചിട്ട് ഞാനും കുളിച്ച് സെറ്റായിട്ട് പറയിടാൻ നേരം വരാം. ഇനി ഇവിടെ ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ട്. നട്ടുച്ചയാണ് കേട്ടോ. 2-2:30 എങ്ങാണ്ടേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, ഭയങ്കര വെയിൽ. സാധാരണ ഈ വെയിലത്ത് ഞാൻ പുറത്തിറങ്ങാറുള്ളതല്ല. കണ്ടോ, ചാണകം മെഴുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പറയ്ക്കുള്ള സാധനങ്ങളും വെക്കും. ഈ അവല്, മലര്, അങ്ങനെയുള്ള ഗണപതിക്കുരുക്ക് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കുന്നത് ഇവിടെ. അമ്മാമ്മ ഞാൻ ഈ ചാണകം മെഴുകുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ്, പക്ഷേ ഒരുങ്ങണം. ആ സമയമാകുമ്പോഴത്തേനും ഒരുങ്ങിയാൽ മതിയല്ലോ. എനിക്ക് വാലായ്മയാണ്. വാലായ്മ മീൻസ് 7 കഴിഞ്ഞുകൊണ്ടിട്ട് എനിക്ക് അടുത്ത് പൊക്കൂടാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും സമയമുണ്ട്, അതുകൊണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരുങ്ങാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിൽ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ പറിച്ചു. അത് കണക്ക് ഗണപതിക്കുരുക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുക്കി വെക്കുക. അപ്പോൾ ഞാൻ റെഡിയായി.
പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നും ഇല്ല, ഇന്ന് നോക്കിയിരിക്കുക അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, ഈ ജുവൽസ് കൊള്ളാമോ? എനിക്കൊരു പേജിൽ നിന്ന് കൊളാബ് കിട്ടിയതാണ്, കൊള്ളാം, എനിക്കിഷ്ടമായി. കൊട്ടൊക്കെ വന്നു തുടങ്ങി, നമുക്ക് പറയിപ്പോൾ എത്തും. നല്ല കാറ്റ്, അതുകൊണ്ടിട്ട് വിളക്ക് കത്തിക്കുന്നത് കാണാൻ പോകണം, കാണിച്ചിരുന്നു. അവിടെ തിരക്ക് നടന്നുകൊണ്ടിരിക്കുക, നോക്കട്ടെ, ഞാനിവിടെ ചെല്ലട്ടെ. ഇതാണ് എൻ്റെ വല്യമ്മച്ചിയും വല്യച്ഛനും. ഉച്ച സമയമായിട്ട് തന്നെ വിളക്ക് കെട്ടുപോകുന്ന ആ ഒരു മട്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് കുടയൊക്കെ എടുത്ത് ഇടയ്ക്ക് വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന്. എനിക്ക് വല്യമ്മച്ചിയുണ്ട്, വല്യച്ഛനുണ്ട്, അമ്മാമ്മയുണ്ട്, വല്യമ്മച്ചിയുടെ മോനുണ്ട്, മോൻ്റെ വൈഫുണ്ട്, അവരുടെ 2 മക്കളുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, ഞാനുണ്ട്, കാശി ബേബിയുണ്ട്. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. അത് അമ്മയുടെ ചേച്ചി, മൂത്ത ചേച്ചി. അമ്മയ്ക്ക് ഇനിയൊരു ചേച്ചിയുണ്ട്, ഇനിയൊരു അനിയത്തിയുണ്ട്. ഒരു ബിഗ് ഫാമിലി കേട്ടോ, ഒരു കൂട്ടുകുടുംബമാണ് കേട്ടോ. അതേൻ്റെ പറയൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമേ കുറച്ച് ദൂരത്തേക്ക് പോയിട്ട് പിന്നെ പറ തിരിച്ചു വരും, എന്നിട്ടാണ് നമ്മുടെ വീട്ടിലെടുക്കുന്നത്. നേരെ ദേവിയുടെ എഴുന്നള്ളത്ത് വന്നു കേട്ടോ. തൃപ്പനയും ദേവീക്ഷേത്രത്തിലെ പറയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൊല്ലത്തുള്ളൊരുവിധം എൻ്റെ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും തൃപ്പനയും ദേവീക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചേട്ടൻ്റെ മോനാണ് ഇന്ന് പറയുന്നത്. സാധാരണ ഞാൻ എല്ലാ കൊല്ലം ഇടാറുള്ളൂ. ഞങ്ങളുടെ വീട് 2020 പണി കഴിപ്പിച്ചത്. 21 തൊട്ടുള്ള എല്ലാ കൊല്ലവും ഞാൻ മുടങ്ങാതിട്ടിട്ടുണ്ട്. പക്ഷേ കാശിയുടെ സമയത്ത് വിട്ടായിരുന്നു, അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. എൻ്റെ കാശി ബേബി തൊഴുതുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഉറക്കമായിരുന്നു. ഞാൻ കൊട്ട് കേട്ടപ്പോഴത്തേന് എണീറ്റ്, അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്ക് അടുത്തോട്ട് പോകാൻ പോലും പറ്റില്ല. അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്, തമ്പുരു. അടുത്തോട്ട് പോകാൻ പോലും പറ്റില്ലായിരുന്നു, കാര്യം 7 കഴിഞ്ഞല്ലോ. അതുകൊണ്ടിട്ട് കുറച്ച് ദൂരത്ത് നിന്നിട്ടാണ് ഞാനിത് കാണുന്നത്. അതേൻ്റെ പറയൊക്കെ ഇട്ടു. പിന്നെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, അത്യാവശ്യം അവർക്ക് തിരക്കായിരുന്നു. കാര്യം 12 കരക്കാരുണ്ട്. 12 കരയിൽ ഇന്ന് 2 കരയിൽ എന്തോ പറയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയത്തില്ല. ആദ്യമേ കുറേ പിള്ളേർ വന്നിട്ട് പോയി, പിന്നെയാണ് പറക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. സാധാരണ എല്ലാ കൊല്ലവും നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ഇപ്രാവശ്യം ഒന്നിനും സമയമില്ലായിരുന്നു, കാര്യം എനിക്ക് പറ്റൂലായിരുന്നു. അതുകൊണ്ടിട്ട് അങ്ങനെ പറയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം ആയി കേട്ടോ. കഴിഞ്ഞിട്ട് എനിക്ക് കോള് വരുന്ന ആരാണോ ഉണ്ട്. അയ്യോ, ഞാൻ കുഴഞ്ഞ്. ഈ പ്രഗ്നൻസിയിൽ സാരി കൊടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ മുടി, എൻ്റെ പൊന്നോ, ചൂടെടുത്തിട്ട് പാടില്ല, ഭയങ്കര ചൂട്. അയ്യോ, കുഴഞ്ഞ്. ഇനിയിപ്പോൾ പോയിട്ട് സാരി ഒന്ന് ചേഞ്ച് ചെയ്യണം, കുറച്ച് റെസ്റ്റ് എടുക്കണം, ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മുടി ആദ്യമേ വരിച്ച് കെട്ടണം. പിന്നെ എനിക്ക് കൊളാബിന് കുറച്ച് ഡ്രസ്സ് വന്നിട്ട് കുറച്ച് ദിവസമായി, അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. സാരി ഒന്നും കൊള്ളാവോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാരി എടുത്തുകൊണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞങ്ങളുടെ അമ്മ വന്നിട്ട് നിന്നെ കാണാം പണ്ടിച്ച് കണക്കിരിക്കുന്നു. ഞാൻ ആലോചിച്ച് ഇതേത് ഈ പണ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ നീയാണ്, കൊള്ളൂല്ല എന്നും പറഞ്ഞിട്ട് അമ്മ കമൻറ്റ് അമ്മ വിളിച്ച്. സാരി പ്രഗ്നൻസിയിൽ സാരി കൊടുക്കുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ഈ 1 പ്ലീറ്റൊക്കെ ആണെങ്കിൽ വലിയ വിഷയമില്ല. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് സെറ്റ് മുണ്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചാളോടെല്ലാം ഉള്ളു, 2 മാസം തികച്ചില്ലല്ലോ ബേബി ബമ്പൊക്കെ വെച്ചിട്ട്. എനിക്കതിന് വിഷമമൊന്നുമില്ല, കാര്യം ഞാൻ 3ാമത്തെ ബേബിക്ക് ഇപ്പോഴേ നോക്കുന്നില്ല, എങ്കിൽ കൂടിയിട്ട് ഉണ്ടാവും. സോ എനിക്കത് പ്രശ്നമില്ല. കാര്യം കാശിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, എൻ്റെ വയറ്റിൽ കിടന്ന് അനങ്ങിയ ആളാണല്ലോ പുറത്ത് വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ എൻ്റെ വയറ്റിനുള്ളിൽ അനക്കമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അത് കണക്കായിരിക്കും. ആൾ വന്ന് കഴിയുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. അതെല്ലാം അമ്മമാർക്കും ഉണ്ടാവും കേട്ടോ. ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ടോ. നമ്മുടെ വയറ്റിലുള്ള ആ മൂവ്മെൻറ്റ്സും അനക്കങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതുപോലെ ഈ പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് ഭയങ്കര സ്വീറ്റാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാനിത് പറയുമ്പം കുഞ്ഞാവന്മാരില്ലാത്ത അമ്മമാർക്കൊക്കെ വിഷമം തോന്നാം. വിഷമിക്കൊന്നും വേണ്ട, സമയമാകുമ്പോഴത്തേന് നമ്മുടെ ഉണ്ണിനെ ദൈവം നമ്മുടെ കയ്യിൽ തരും. അത് ഓർത്ത് വിഷമിക്കൊന്നും ചെയ്യുന്നു കേട്ടോ. കാര്യം കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചി എനിക്ക് ഇതുവരെ കുഞ്ഞായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. 15 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞായവരെ എനിക്കറിയാം, 9 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞായവരെ എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ളവരെ അറിയാം. സോ അന്നോർത്ത് ടെൻഷൻ ആവിയിട്ടിക്കൊന്നും വേണ്ട. നമുക്ക് സമയം നമ്മുടെ ഉണ്ണിനെ നമുക്ക് ദൈവം തരും എന്ന് വിചാരിച്ചാൽ മതി. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.